أعوذ بالله من الشيطان الرجيم. يا بني إسرائيل قد أنجيناكم من عدوكم وواعدناكم جانب الطور الأيمن ونزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് സത്യദീനിൻ്റെ വാഹകരാകാനും സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുവാനും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا بني إسرائيل يا بني إسرائيل قد أنجيناكم من عدوكم وواعدناكم جانب الطور الأيمن ونزلنا عليكم المن والسلوى. إن شاء الله إن 80 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അവസാനത്തെ ക്ലാസ്സിൽ ഓതി വെച്ച 3 ആയത്തുകൾ നമുക്കൊന്നുകൂടെ ഓതി നോക്കാം. 77 മുതൽ 79 വരെ. وَلَقَدْ أَوْحَيْنَا إِلَى مُوسَىٰ أَنْ أَسْرِ بِعِبَادِي فَاضْرِبْ لَهُمْ طَرِيقًا فِي الْبَحْرِ يَبَسًا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى. എല്ലാവരും ഒന്നുകൂടി നോക്കിക്കോട്ടെ. تخاف دركا وأضل فرعون قومه وما هدى. അപ്പോൾ അവിടുന്ന് മൂസാ നബി അനുയായികളെയും കൂട്ടി രക്ഷപ്പെടുന്ന സംഭവം അത് രാത്രിയിലാണ് നടക്കുന്നത്. ഫിറഔനും സംഘവും അവരെ പിന്തുടർന്നു. അവർ വെള്ളത്തിലായി നശിച്ചു. ഫിറഔനിന് യാതൊരു മാർഗവും കാണിക്കാൻ കഴിഞ്ഞില്ല. ഫിറഔൻ അവൻ്റെ ജനതയെ നശിപ്പിച്ചു, പഴപ്പിച്ചു. നേർമാർഗത്തിലേക്ക് നയിക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞ് ആ രക്ഷപ്പെട്ട ജനവിഭാഗമായ ബനൂ ഇസ്രായേലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത ഭാഗം പറയുന്നത്. ഞാൻ ഓതിത്തരുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോതാം. യാ ബനീ ഇസ്രായീല ഖദ് അൻജൈനാകും ഖദ് അൻജൈനാകും قد أنجيناكم من عدوكم وواعدناكم جانب الطور الأيمن وواعدناكم جانب الطور الأيمن
ونزلنا عليكم المن والسلوى ونزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى وإني لغفار لمن تاب وآمن وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى وعمل صالحا ثم اهتدى ആയത് ശ്രദ്ധിക്കാം. യാ ബനി നീട്ടാനുണ്ട്. ബനി ഇസ്രാഈല ഖദ് അൻജൈനാക്കും. അൻജൈനാക്കും എന്ന് പറയരുത്. നൂന് സാക്കിനാണ്, ഇദ്ഹാറാവണ്ട. അൻജൈനാക്കും മിൻ അദുവിക്കും വവഅദ്നാക്കും ജാനിബത്തൂരിൽ ഐമൻ. ജാനിബ തൂരി റാക്ക് കസ്ർ. ജാനിബത്തൂരിൽ ഐമൻ. വനസ്സൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. നൂന് ശബ്ദുണ്ട്. മന്ന വസ്സൽവ. മഞ്ഞ അല്ല, മന്ന. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى وإني لغفار لمن تاب. ഗഫാറുൻ ലിമൻ എന്ന് പറയുന്നതിന് പകരം വഇന്നീ ലഗഫാറുല്ലി ലാമിലേക്ക് ചേർത്ത് വഇന്നീ ലഗഫാറുല്ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദാ. യാ ബനി ഇസ്രായേൽ എന്നുള്ള ആയത്ത് നോദിക്കേ. യാ ബനി ഇസ്രായേൽ من عدوكم وواعدناكم جانب الطور ونزلنا عليكم المن والسلوى.
കുലൂ മിൻ ത്വയ്യിബാതി മാ വലാ തത്ഗൂ അലൈക്കും ഗളബി وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. ഇവിടെ മൂന്നായത്തുകളിൽ നമ്മൾ വിശദീകരിച്ച് പഠിക്കേണ്ടുന്ന ഭാഗങ്ങളുണ്ട്. ചുരുക്കി മനസ്സിലാക്കാം. യ ബനി ഇസ്രായേൽ, ബനോ ഇസ്രായേലുകാരെ. അപ്പോൾ ആരാണ് ബനോ ഇസ്രായേൽ എന്ന് പഠിക്കുക. ബനു ഇസ്രായേൽ ആരാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ അവിടുന്ന് അങ്ങോട്ട് ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട് പിന്നീട് അനുയായികളായി തൻ്റെ കൂടെ ജീവിച്ച ആൾക്കാരാണ് ബനു ഇസ്രായേൽ. ആ ബനു ഇസ്രായേലുകാരെ ഖുർആനിൽ പല സ്ഥലത്തും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും. നാം നിങ്ങൾക്ക് തന്ന വലിയ മഹത്തരമായ അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഓർത്തു നോക്കണേ, മറക്കരുത് എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം അത്രയും അനുഗ്രഹം കിട്ടിയ ഒരു വിഭാഗമാണ് ബനു ഇസ്രായേലുകാർ. അതായത് ഫിറഔന്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്ന് അത്ഭുതകരമായ മാറ്റമുണ്ടായി. പിന്നീട് പടച്ചോൻ അവിടെ നാട്ടിൽ അപ്പുറത്തുപ്പുറത്തും ഇല്ലാത്ത സുഖങ്ങൾ വെതറിക്കൊടുത്തൊരു കൗമാണ് ബനു ഇസ്രായേലുകാർ. അതുകൊണ്ട് അവരോട് ഇടക്കിടക്ക് നിരന്തരമായി പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അവസാനം പറഞ്ഞത് അനുസരിക്കാത്തതിൻ്റെ പേരിലും നന്ദികേടിൻ്റെ പേരിലും നല്ല പരീക്ഷണങ്ങൾ വന്നവരാണ് ബനു ഇസ്രായേലുകാർ. ശരിക്കും കേരള ജനത പഠിക്കേണ്ട ചരിത്രമാണ് ബനു ഇസ്രായേലിൻ്റെ ചരിത്രം. അത്രക്ക് മറ്റു സ്റ്റേറ്റുകളിൽ ഇല്ലാത്ത സുഖം അനുഭവിക്കുന്നവരാണ് കേരളക്കാരൻ. മറ്റു രാജ്യങ്ങളിലില്ലാത്ത പല നന്മകളും അനുഭവിക്കുന്ന ആൾക്കാരാണ് കേരളക്കാരൻ. അവരൊരുപാട് പടച്ചവനോട് നന്ദി ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. എന്നാൽ പടച്ച റബ്ബിൻ്റെ ധാരാളം 9 വരുന്ന പരീക്ഷണങ്ങൾക്ക് ഇരയായവരാണ് ബനു ഇസ്രായേലുകാർ. ഒരുപാട് അനുഗ്രഹം ഒരു ഭാഗത്ത് കിട്ടി, മറുഭാഗത്ത് പടച്ചവൻ്റെ വിവിധ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടുന്നു. ശിക്ഷയായിട്ട് തന്നെ അവർക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ അവരോട് ആദ്യം തന്നെ ബനു ഇസ്രായേലിനെ ഓർപ്പെടുത്താൻ യദ്കുറു തആല നിഅമഹു അലാ ബനി ഇസ്രായീലൽ ഇളാമ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഇത് ആ ബനു ഇസ്രായേൽ ജനവിഭാഗത്തിൻ്റെ നിഅമത്തുകളെ സൂചിപ്പിക്കുകയാണ്. വമിൻഹുൽ ജിസാം ഹൈസു അൻജാഹും മിൻ അദുവ്വിഹിം ഫിർഔൻ. ഫിർഔനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയതാണ് ഓർമ്മപ്പെടുത്തുന്നത്. വഅഖറ അഅ്യുനുഹും മിൻഹു. അവരുടെ കണ്ണുകൾക്ക് കുളിർമ കൊടുത്തതാണ് പറയാനുള്ളത്. വഹും യൻളുറൂന ഇലൈഹി വഇലാ ജുൻദിഹി ഖദ് ഗുരിഖൂ ഫീ സുബീഹത്തിൻ വാഹിദ. ഒറ്റ പ്രഭാതം കൊണ്ട് മുഴുവൻ ആളുകളെയും മുക്കി നശിപ്പിച്ച രംഗം കണ്ടവരാണ് ബനു ഇസ്രായേലുകാരെ നിങ്ങൾ. ലം യൻജു മിൻഹും അഹദ്. ഒരൊറ്റ മനുഷ്യൻ ഫിറഔന്റെ ടീമിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞു, വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻളുറൂൻ. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഫിർഔനിനെയും അവൻ്റെ ആളുകളെയും നാം മുക്കി നശിപ്പിച്ചിരിക്കുന്നു. ഇത് കണ്ടവരാണല്ലോ നിങ്ങൾ. അങ്ങനെ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം മുസ്ലിം സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ വൽ യഹൂദ തസൂമു ആശൂറ. അവർ ആശൂറ നോമ്പ് നോൽക്കുമായിരുന്നു. ഏത് ദിവസമാണ് ആശൂറ നോമ്പ് ഉണ്ടാവുക? 9. ഏത് 9? മുഹറം 9, 10. അപ്പോൾ 9ൻ്റെ പേരെന്താ? താസുഅ. തിസ്അ എന്നുള്ളതിൽ നിന്നാണ് താസുഅ വന്നത്. 10 അശറ ആശൂറ. അപ്പോൾ അവർ ആശൂറ നോമ്പ് മദീനയിൽ നോറ്റിരുന്നു എന്ന് മാത്രമല്ല, റമദാൻ നോമ്പ് നോൽക്കുന്നതിൻ്റെ മുമ്പ് ആശൂറ നോമ്പ് അവർക്ക് ഫർള് പോലെ ആയിരുന്നു. മുസ്ലിം ഉമ്മത്തിന് ആശൂറ നോമ്പ് ഫർള് പോലെ ആയിരുന്നു. റമദാൻ വന്നപ്പോൾ ആശൂറയിൻ്റെ നിർബന്ധം എന്ന ഭാഗം ഒഴിവാക്കി അതിനെ സുന്നത്തിലേക്ക് മാറ്റപ്പെട്ടു. റമദാൻ്റെ നോമ്പിനെ ഫർദിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ ഈ ആശൂറ നോമ്പ് യഹൂദികൾ നോക്കാൻ തുടങ്ങി. മദീനയിൽ വന്നപ്പോൾ ഫസഅലഹും, അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മുഹറം 10 നോമ്പ് നോക്കുന്നത്?
ഫഖാലു, അവർ പറഞ്ഞു, ഹാദൽ യൗമുല്ലദീ അദ്ഫറല്ലാഹു ഫീഹി മൂസ അലാ ഫിർഔൻ, ഞങ്ങളുടെ നേതാവായ മൂസ ഫിർഔന്റെ ടീമിന്റെ കൂടെ അത്ഭുതകരമായ പ്രതിഭാസത്തിലൂടെ രക്ഷപ്പെട്ട ദിവസമാണ് ആശൂറ. ഫഖാൽ, അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങളെ മൂസ എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, നഹ്നു ഔലാ ബി മൂസ, ഞങ്ങളാണ് മൂസ നബിനോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചവർ, വിശ്വാസം കൊണ്ടും ആദർശം കൊണ്ടും മഹിമകൾ കൊണ്ടും. അതുകൊണ്ട് സഹാബ ഫസൂമു, നിങ്ങൾ ആശൂറയിൽ നോമ്പ് നോൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ മുഹറം 10 നോമ്പ് നോൽക്കുന്നത്. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 ഞാൻ നോൽക്കും. എന്ത് കാരണം? 10 നോൽക്കുകയാണെങ്കിൽ യഹൂദികൾ നോൽക്കണില്ലേ? അപ്പൊ അവരോട് വിരോധമാകാൻ, വിപരീതമാകാൻ, വിഭിന്നമാകാൻ 9 കൂടെ ഞാൻ നോമ്പ് നോൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നോമ്പ് പറ്റും മുഹറം 9? 1, 2 നോറ്റിട്ടില്ല. ഇപ്പൊ നോൽക്കാത്തൊരു കാര്യം പറയാൻ പാടുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ നമുക്ക്? പ്രവാചകൻ പറഞ്ഞു, എന്തു പറഞ്ഞു? ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നോൽക്കുമായിരുന്നു. അത് മതി, ചെയ്യണമെന്നില്ല, വാക്ക് മതി. ഞാൻ അടുത്ത വർഷം 9 ഞാൻ 9 കൂടെ നോറ്റുകൊണ്ട് അവരോടുള്ള വിഭിന്നത ഞാൻ കാണിക്കുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ ബനൂ ഇസ്രായേലുകാരെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളെ അള്ളാഹ് അവിടുന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. ഖദ് അൻജൈനാക്കും, തീർച്ചയായും നിങ്ങളെ രക്ഷപ്പെടുത്തി, മിൻ അദുവ്വിക്കും, നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന്, വവാഅദ്നാക്കും, അതേപോലെ തന്നെ നിങ്ങൾക്ക് നാം കരാറ് ചെയ്യുകയും ചെയ്തു, നിങ്ങൾക്ക് വാഗ്ദാനം നിങ്ങളുടെ പ്രവാചകരിലൂടെ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി. ജാനിബത്തൂരിൽ ഐമൻ, എന്താ കരാറ്? തൂരിൻ്റെ ഭാഗത്തുള്ള വലതു ഭാഗത്ത് നിങ്ങൾക്ക് താമസിക്കാനുള്ള ഇടം നാം വാഗ്ദാനം ചെയ്തിരിക്കും. നിങ്ങൾ അവിടെ താമസിച്ചാൽ മതി, അവിടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാമെന്ന് വാഗ്ദാനം ചെയ്തു. വനസ്സൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ, അവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ സമൃദ്ധിയില്ലേ, അത് നാം തരാമെന്ന് വാഗ്ദാനം ചെയ്തു. വനസ്സൽന, നാം ഇറക്കിക്കൊടുത്തു. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ്. നസല എന്ന് പറഞ്ഞാലോ ഇറക്കിക്കൊടുത്തു, വേറെ ഒരാൾ സഹായിച്ച് ചെയ്യുമ്പോഴാണ് നസല. ഖുർആനെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞ്? നസലൽ ഖുർആന, ഖുർആനിനെ ഇറക്കിക്കൊടുത്തു, തന്നെ ഇറങ്ങിയതല്ല. നസ്സല ഇവിടെ പറഞ്ഞു വനസ്സൽന അലൈക്കും, നിങ്ങളുടെ മേൽ നാം ഇറക്കി തന്നു, അൽ മന്ന, മന്നയെ തന്നു. ഒരു തരം തേനാണ് ഈ മന്ന എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. വസൽവ, അതുപോലെ തന്നെ അവർക്ക് കാടപ്പക്ഷിയെയും നൽകിയിരിക്കുന്നു. മന്നയെയും സെൽവയെയും അവർക്ക് കൊടുത്തിരിക്കുന്നു. ഈ പ്രദേശത്തേക്ക് അവരെ എത്തുമ്പോൾ ജാനിബി തൂരിൽ ഐമൻ എന്ന തൂരി സീനാ പർവ്വതത്തിൻ്റെ വലതുഭാഗത്തേക്ക് അവർ താമസം മാറ്റിയപ്പോൾ വഹുവല്ലദീ കല്ലമഹുല്ലാഹു തആല, മൂസാ നബി അള്ളാഹുമായി സംസാരിച്ച തൂരി സീനാ പർവ്വതം ഉണ്ടല്ലോ, അതേപോലെ തന്നെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടത്, തൗറാത്ത് ലഭിക്കപ്പെട്ടതൊക്കെ അവിടെ വെച്ചിട്ടാണല്ലോ. വഫീ ഗുദൂനി ദാലിക അബദ ബനൂ ഇസ്രായീൽ അൽ അജൽ, അതേ വലതു ഭാഗത്ത് തൂരി സീനാ പർവ്വതത്തിൻ്റെ ഭാഗത്ത് വെച്ചാണ് അതേ ബനൂ ഇസ്രായേലുകാർ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധന തുടങ്ങിയത് അവിടെയാണ്. മന്ന് വസ്സൽവ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിൽ അത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇവിടെ അത് പറയുന്നത് ഹുൽവൻ കാനത് തൻസിലു അലൈഹിം മിനസ് സമാ, ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്ന ഒരു മധുരമുള്ള ജലാംശമുള്ള തേന് പോലത്തെ ഒരു സാധനമാണ് ഈ മഞ്ഞ്. നമ്മുടെ ആലിപ്പഴത്തിൻ്റെയൊക്കെ വേറൊരു രൂപം, നല്ല മധുരമുള്ള, നുകരാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പദാർത്ഥമായി അവർക്കത് കിട്ടാൻ. സെൽവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വാഇറുൻ യസ്ഖുതു അലൈഹിം ഫയഖുദൂന മിൻ കുല്ലിൻ ഖദറൽ ഹാജതി ഇലൽ ഗദി ലിതഫഇം മിനല്ലാഹ് വറഹ്മതൻ ബിഹിം വഇഹ്സാനൻ ഇലൈഹിം. ചെറിയ, നമ്മൾ കാടപ്പക്ഷി എന്ന് പറയുന്നു, അതുപോലത്തെ നല്ല ടേസ്റ്റ് തോന്നിക്കുന്ന സ്മൂത്തായ ചെറിയ ചെറിയ പക്ഷികളാണ്. അവർക്ക് തിന്നാൻ വേണ്ടി വിഭവസമൃദ്ധമായ നോൺ ഭക്ഷണത്തിന് വേണ്ടി അവർക്ക് അള്ളാഹു നൽകിയ സുഹൃതമാണ് എന്നർത്ഥം. അങ്ങനെ അതവർക്ക് കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അള്ളാഹു തആല അവരോട് പറഞ്ഞത് എന്താ? കുലു മിൻ
طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى. ആയത്തോദിക്കേ كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى. അതാണ് ഞാൻ നേരത്തെ തേനീച്ചയുടെ ഉദാഹരണത്തിലേക്ക് പറഞ്ഞുകൊണ്ടുന്ന വിഷയം. ഇത് തന്നെ ഇതേ കൽപ്പന ഖുർആൻ പറയാണ് ബനൂ ഇസ്രായേലുകാരോട്. നിങ്ങൾക്കിതൊക്കെ വിഭവസമൃദ്ധമായ പലതുവിടെ ഉണ്ട്, നിങ്ങൾ കഴിക്കേണ്ടത് കുലൂ, നിങ്ങൾ കഴിക്കണം, മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്കു നൽകിയിട്ടുള്ള വിശിഷ്ടമായ ത്വയ്യിബാത്തായത് നിങ്ങൾ കഴിക്കണം, ത്വയ്യിബാത്തായത് നിങ്ങൾ കഴിക്കണം. ഐ കുലൂ മിൻ ഹാദർ റിസ്ഖില്ലദീ റസഖ്തുക്കും, ഇത് ഒരു കൃത്രിമം ചേരാത്ത അല്ലാഹ് നൽകിയ ത്വയ്യിബായ റിസ്ക്കാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവർക്കൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. വലാ തത്ഗൂ ഫീ റിസ്ഖി, എന്നിട്ട് പിന്നെ അതിനു പുറമെ നിങ്ങൾ ഞാൻ നൽകുന്ന റിസ്ക്കിൽ അതിരുവിടരുത്, അതിക്രമം കാണിക്കരുത്. ഫതഖുദൂഹു മിൻ ഗൈരി ഹാജ, അനാവശ്യമായി നിങ്ങൾ ആ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. വതുഖാലിഫു മാ അമർതുകും ബിഹി, ഞാൻ പറയുന്ന കൽപ്പനയ്ക്കെതിരെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളിത് കഴിച്ചോളൂ, പക്ഷെ അതിരുവിടരുത്, അമിതമാകരുത്, അശ്രദ്ധയോടെ നിങ്ങൾ അതിനെ കാണരുത് എന്നൊക്കെ അതിനെ ഓർമ്മപ്പെടുത്തി. വലാ തത്ഗൂ, നിങ്ങൾ അതിരുവിട്ടു പോകരുത്, ഫീഹി, ആ വിഷയത്തിൽ, ആ ഭക്ഷണ കാര്യങ്ങളിൽ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫയഹില്ല അലൈക്കും ഗളബി, നിങ്ങളുടെ മേൽ എൻ്റെ ഗളബുണ്ടായിരിക്കുന്നതാണ്. ഹല്ല ഗളബ് എന്ന് പറഞ്ഞാൽ ദേഷ്യം ഇറങ്ങുക എന്നാണ്, ദേഷ്യപ്പെടുക. ഫയഹില്ല അലൈക്കും, എന്നാൽ നിങ്ങൾക്ക് ഇറങ്ങും, ഗളബി, എൻ്റെ ഗളബ് ഇറങ്ങും. സാധാരണ അള്ളാഹുവിൻ്റെ ഗളബുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് പരാമർശമുള്ളൂ. കൂടുതലുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ്. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹ്ക്ക് കൂടുതലുള്ളത് റഹ്മത്താണ്, കാരുണ്യാണ്. എന്നാൽ അള്ളാഹുവിന് ദേഷ്യമുണ്ട്. അള്ളാഹുവിനെ പോലെ ദേഷ്യപ്പെടുന്നവനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ അഹദുൻ അഗ്യറു മിനല്ലാഹി തആല. ഒരിക്കലും ഒരു സഹാബി സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദേഷ്യം കണ്ടിട്ട് സ്വഹാബത്ത് പറഞ്ഞു, ഭയങ്കര ദേഷ്യക്കാരനാണല്ലോ. നബി പറഞ്ഞു, സഅദിൻ്റെ ദേഷ്യവും ലാ അഹദുൻ അഗ്യറു മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ ദേഷ്യം പിടിക്കുന്നവനായിട്ട് വേറെ ആരുമില്ല. അതങ്ങനെ, ആ ഘട്ടത്തിൽ അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹുവിനെതിരായി, അള്ളാഹിൻ്റെ കൽപ്പനയ്ക്കെതിരായി നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഗളബ് ഇറങ്ങും. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം താക്കീത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഗളബ് ഇറങ്ങും. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ദേഷ്യം പെടരുത്, ദേഷ്യം പിടിക്കരുത്, ദേഷ്യപ്പെടുത്തരുത്. ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളത് ശൈത്താനിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലി രംഗത്ത്, പ്രാസ്ഥാനിക രംഗത്ത്, പള്ളികളിൽ ഒക്കെയുള്ള പ്രശ്നം എന്താണ്? ദേഷ്യമാണ് പ്രശ്നം. 1.5 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരുന്ന ദേഷ്യം കൊണ്ട് ഒരായുഷ്കാലം മുഴുവൻ ബന്ധം വിച്ഛേദിച്ച് ജീവിക്കേണ്ടി വരികയാണ് നമ്മൾ. എപ്പോഴൊന്ന് ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലങ്ങൾ മുഴുവൻ നമ്മൾ വെറുപ്പോടെ, അകൽച്ചയോടെ ജീവിക്കേണ്ടി വരികയാണ്. ആ സംഭവിച്ച ദേഷ്യത്തിൻ്റെ സ്ട്രോങ് നമ്മൾ എപ്പോഴും അറിയാം. തൊട്ട് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് പറയേണ്ടിയിരുന്നില്ല കേട്ടോ, എനിക്കപ്പൊരു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ആ സംഭവം, അത് കേട്ട അനുഭവിച്ച വ്യക്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആ ഡിപ്രഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ എന്ത് പറഞ്ഞു കൊടുത്താലും അത് തീരൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞു, ലാ തഗ്ളബ്, ലാ തഗ്ളബ്, ലാ തഗ്ളബ്. അതിനേക്കാൾ വലിയ ഗുണം വേറെന്താ? കോപിക്കാത്ത, ദേഷ്യം പിടിക്കാത്ത. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും, എല്ലാ മനുഷ്യന്മാരെയും ആ സാധനം ഉണ്ടാവും. അതിൽ ഒരു കൺട്രോൾ വരുത്താൻ കഴിയുന്നവനാണ് സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ. ഏറ്റവും മികച്ച വ്യക്തി ആര് എന്നതിൻ്റെ മറുപടി, ഏറ്റവും നല്ല മികച്ച വ്യക്തി കൈക്കരുത്തുള്ളവനല്ല. ആണോ? അല്ല.
ഏറ്റവും നല്ല ആരോഗ്യവാനാണോ ഏറ്റവും നല്ല വ്യക്തി എന്ന് പറഞ്ഞ്? അല്ല. ഏറ്റവും നല്ല ശക്തൻ അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ആരാ? ദേഷ്യം വരുമ്പോൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവനാണ് ശക്തൻ. അവിടെയാണ് നമ്മുടെ മാനസിക ശാരീരിക ശക്തി തെളിയിക്കേണ്ട രംഗം. പലതും ദേഷ്യം പിടിപ്പിക്കുന്ന 100 കൂട്ടം കാര്യം നമ്മളെ മുമ്പിലുണ്ടാവും. അതിനൊക്കെ നമ്മൾ ദേഷ്യം പിടിച്ചാൽ ആളുകൾ നമ്മിൽ നിന്ന് അകലും. ഒരു പള്ളിയിലെ ഒരാൾ, ഒരു പള്ളിയിലെ ഭാരവാഹി, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രഭാഷകൻ, ഒരു മദ്രസയിലെ അധ്യാപകൻ, ആരെങ്കിലും ഒരാളായിക്കോട്ടെ, അയാൾ ഫുൾ ടൈം ഒരു ദേഷ്യത്തിൻ്റെ വക്താവാണെങ്കിൽ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് മറ്റൊരാൾ അടുത്ത് വരില്ല. അദ്ദേഹം ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ വ്യക്തികളെ മുഴുവൻ തകർക്കാൻ ആ ഒരൊറ്റ ദേഷ്യം എന്ന കാരണം മതിയാവും. പല പ്രശ്നങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് വലിയ ഗൗരവത്തോടെ വലിയ വിഷയങ്ങളുമായി നമ്മൾ ചെന്ന് വായിക്കേണ്ടത് ഒരു സംഭവമാണ്. എത്രയോ ആളുകളെ സ്വസ്ഥത കെടുത്തുന്ന സാധനമാണ് ദേഷ്യം. ഉംറയ്ക്ക് വേണ്ടിയിട്ട് യാത്ര പോയി, അമീറാണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്നൊരു ഫാമിലി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭാര്യ, ഭർത്താവ്, 2 മക്കളൊക്കെ ആയിട്ടാണ് ഉംറയ്ക്ക് വരുന്നത്. കുറച്ച് പ്രായമുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫാമിലി റൂം വേണം. ഈ തെക്കൻ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഒരുപാട് നിബന്ധന കൂടുതലായിരിക്കും. അപ്പോൾ അവരങ്ങനെ ഞങ്ങൾക്ക് ഫാമിലി റൂം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ എന്നാൽ ചെയ്യാം എന്നൊക്കെ അവർ പറഞ്ഞ് സമ്മതിച്ച് അങ്ങനെ യാത്ര പോന്ന് മക്കയിൽ നിന്ന് അവർ ഉംറയൊക്കെ കഴിഞ്ഞ് 1-2 ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം റൂമിൽ കയറണില്ല. ഇയാൾ പുറത്ത് അവിടെ പോയിരിക്കും, ഇപ്പുറത്ത് പോയിരിക്കും, അപ്പുറത്ത് പോയിരിക്കും. ഞാൻ ചോദിച്ചു എന്താ റൂം പോകാത്തത്? ഞാൻ അവരുടെ കൂടെ ഇനി താമസിക്കൂല, അവർ ശരിയല്ല. അപ്പോൾ ബാക്കിയുള്ള 3 ആൾക്കാരും ശരിയല്ല, ഞാനാണ് ശരി. എന്തോ ദേഷ്യം പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഫാമിലി റൂം തന്നെ വേണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ റൂം തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുറത്ത് പോയിരിക്കുന്നത്. അങ്ങനെ കുറേ ഇരുന്ന് അങ്ങനെ പ്രശ്നമായി. ഞാൻ ഇടപെടണോ, ഞാൻ സംസാരിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആരോടും കാര്യമില്ല. ഞാൻ എത്ര കൊല്ലം ഇത് ഒരു രക്ഷയില്ല, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ വാപ്പാക്ക് എന്താ കുഴപ്പം? വാപ്പ ദേഷ്യമാണേ, ദേഷ്യം പിടിച്ച് ഇങ്ങനെയാണ് ഇറങ്ങിപ്പോ, അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു. ദേഷ്യമാണ് മൂപ്പരെ പ്രശ്നം. എന്നാൽ 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ചു. അവസാനം ഇവിടുന്ന് ബാഗൊക്കെ എടുത്ത് ലഗേജൊക്കെ എടുത്ത് ഞാൻ മദീനത്തേക്ക് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ മദീനത്തേക്ക് ഇല്ല, നമ്മൾ ഇയാളെ നോക്കി ഇവിടെ ഇരിക്കുക വേണ്ടത്, അത് എല്ലാവരും കൊണ്ട് മദീനത്തേക്ക് പോകണോ? അപ്പോൾ എന്താണ് മദീനത്തേക്ക്? ഇവരും കൊണ്ട് ഞാൻ മദീനത്തേക്കില്ല എന്ന് പറഞ്ഞാൽ ഇവർ നേരായിട്ടേ ഞാൻ മദീനത്തേക്ക് പോരുള്ളൂ. അവസാനം അവരെ നമുക്ക് ശരിയാക്കാം, ഞങ്ങൾ വരുന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് വയ്ക്കണ ഷോപ്പിങ്ങൊക്കെ നടത്തി പതുക്കെ ബസ്സിൻ്റെ സീറ്റിൻ്റെ അടുത്ത് കൂടെ നിർത്തി എന്നെ പിടിച്ച് കയറ്റി അങ്ങനെ പോയി കുറേ വർത്താനൊക്കെ പറഞ്ഞ്. സംഭവം എന്താണ്? എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും, ഭാര്യ ഭർത്താവാണല്ലോ. ആ സംസാരം പിന്നെ ഒടുക്കത്തും ഇയാൾ വയലൻ്റായി പിന്നെ ചരിത്രം മുഴുവൻ അങ്ങോട്ട് ചീത്തൊക്കെ പറഞ്ഞ് ആകെ പൊട്ടിച്ച് താറുമാറാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താവും? പിന്നീട് ആ കുടുംബത്തിൽ ഒരു 4 ദിവസത്തേക്ക് ഇതന്നെയാവും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത്, ഒരു സ്വസ്ഥത സമാധാനം എന്ന് പറയുന്നത് നശിപ്പിക്കാൻ ഒരു 2 മിനിറ്റിൻ്റെ ഒളബ് മതി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബനൂ ഇസ്രായേലുകാർ നിങ്ങൾക്ക് പടച്ചോന്നെന്ന നിയമത്ത് മറക്കണ്ട. നിങ്ങളെങ്ങാനും അള്ളാഹിന്റെ കോപത്തിന് ഇരയാക എപ്പോഴെന്നറിയോ? നിങ്ങൾക്ക് നാം നൽകിയ റിസ്കിൽ നിന്ന് തൊയ്യിബാത്ത് കഴിച്ചോളൂ, അതിന് അതിരുവിട്ട അവസ്ഥ ഉണ്ടാവരുത്. എൻ്റെ ദേഷ്യം ആർക്കെങ്കിലും ഇറങ്ങിയാൽ ഫഖദ് ഹവാ, അവൻ നാശത്തിലാണ്, അവൻ നാശത്തിൽ പതിച്ചവനാണ്. അള്ളാഹ് കോപിച്ചാൽ അവൻ നാശത്തിലാണ്, അവൻക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവന് ഒരുപക്ഷെ അലൈക്കും ഏറ്റവും വലിയ കോപമായിരിക്കും അവർക്ക് ഉണ്ടാവുക, ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരായിരിക്കും. ഇന്ന ഫീ ജഹന്നമ ഖസീറ യർമിൽ കാഫിറ മിൻ അലാ ഫയഹ്വി ഫീ ജഹന്നം 40 ഖരീഫൻ ഖബ്ല അൻ യബ്ലുഗ അസ്സുൽസാൽ. അതാണ് ആ വാക്കുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അവർ നാശത്തിലാണ്, നരകത്തിലാണ്, അവർ മഹാ അധപ്പതനത്തിലായിരിക്കും. അള്ളാഹിൻ്റെ കോപം ആർക്കെങ്കിലും ദുനിയാവെന്നോ മറ്റെവിടുന്നോ കിട്ടിയാലും ലഅനത്ത് കിട്ടുക, അള്ളാഹിൻ്റെ കോപം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ നാശത്തിലാണ്. അതിൽ ലഅനത്ത് കിട്ടുന്ന, ശാപം കിട്ടുന്ന, ദേഷ്യം കിട്ടുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഉണ്ടാവരുത്. എന്നാൽ അള്ളാഹു ആരാണ്? അടുത്ത ആയത്ത് പറയാണ്, അള്ളാഹു വെറും ദേശക്കാരൻ മാത്രമല്ല, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹാൻ സുമ്മ ഇഹ്തദാ.
ആയത്ത് മാത്രം നോക്കി. വഇന്നീ തീർച്ചയായും ഞാൻ ലഗഫാറുൻ ഗഫാറായവനാണ്, പാപം പൊറുക്കുന്നവനാണ്. ഗഫൂർ ഗഫാർ, അബ്ദുൽ ഗഫാർ, അബ്ദുൽ ഗഫൂർ കേട്ടോ. ഗഫാറുൻ അതിൻ്റെ മുമ്പിൽ ല എന്ന് വന്നാൽ എന്താ അർത്ഥം? ലഗഫാറുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗഫാറുൻ പാപം പൊറുക്കുന്നവൻ. ലഗഫാർ എന്ന് പറഞ്ഞാലോ ഷുവർ പാപം പൊറുക്കുന്നവൻ തന്നെയാണ്. ആയിക്കോട്ടെ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നീ ലഗഫാറുൻ ഞാൻ പാപം പൊറുക്കുന്നവൻ തന്നെയാണ്. ആർക്ക്? ഇനി പറയുന്ന 4 ക്വാളിറ്റി ഉള്ളവർക്ക്. 1 ലിമൻ താബ. എന്താണ് താബ? പശ്ചാത്തപിച്ച് ഖേദിച്ച് തെറ്റുകളിൽ നിന്ന് എത്ര വലിയ ഹറാമിൽപ്പെട്ടവനാണെങ്കിലും എത്ര വലിയ അക്രമത്തിൽ ഇടപെട്ടവനാണെങ്കിലും പടച്ചോനേന്ന് പറഞ്ഞ് പൊറുക്കലിനെ തേടി പശ്ചാത്തപിച്ച അള്ളാഹ്ക്ക് പൊറുക്കാൻ വഴിയുണ്ട്. 2 വ ആമന. തെറ്റ് ചെയ്യുമ്പോൾ ഈമാൻ ദുർബലാകാണ്. തൗബ ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യണം? ആമന, ഈമാൻ നന്നാക്കി പുതുക്കി വിശ്വാസം കരുത്തുറ്റതാക്കിയാൽ സ്വാഭാവികമായും ഈമാൻ അധികരിച്ചാൽ 3ാമത്തെ പണി നടക്കും. വഅമില സ്വാലിഹൻ, പിന്നെ ഒരുപാട് സൽക്കർമ്മം ചെയ്യും. നമ്മളെപ്പോഴാണ് ഒരു മീറ്റിങ്ങിന് പിറകിലാവുക? നമ്മളെപ്പോഴാണ് ഒരു ജമാഅത്തിന് പിറകിലാവുക? നമ്മളെപ്പോഴാണ് ക്ലാസ്സിന്ന് പിറകിലാവുക? നമ്മളെപ്പോഴാണ് സൽസ്വഭാവത്തിന് പിറകിലാവുക? ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പശ്ചാത്താപമില്ലാതെ ആകും. സ്വാഭാവികമായി തെറ്റുകളിൽ ഏഴും. തെറ്റുകൾ വരുന്നതോടെ അയാളുടെ ഈമാൻ ദുർബലാകും. ഈമാൻ ദുർബലമാകുമ്പോൾ അയാൾക്ക് സൽക്കർമ്മങ്ങളോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് സീസണൽ ഭക്തി ഉണ്ടാവും. സീസണൽ ചില സമയത്ത് ഭയങ്കര ഭക്തി, 2 മാസം ഭയങ്കരക്കും, പിന്നെ 6 കൊല്ലത്തേക്ക് വരില്ല, പിന്നെ 6 കൊല്ലം കഴിഞ്ഞ് 2 മാസം വരും, പിന്നെ ഒരു 8 കൊല്ലത്തേക്ക് വരില്ല. ഇതെന്താ സംഭവം? അവർക്ക് ചില സമയത്ത് കിട്ടുന്ന ഒരു ഈമാൻ്റെ അവസ്ഥയാണ്. ഇത് നിലനിന്ന് പോകാൻ എന്താ നല്ലത്? ഈമാൻ അധികരിക്കണ പണി ചെയ്യുക, അമലുസ്വാലിഹാത്തുകൾ കണ്ടെത്തുക. അമലുസ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വലിയ വലിയ കോടികൾ ദാനം ചെയ്യുക എന്ന് മാത്രമൊന്നല്ല. വദ്ദിക്റു അഫ്ളലുഹ, ഒരു ദിക്ർ ചൊല്ലുന്നത് വലിയ അമലുസ്വാലിഹാത്താണ്. ഒരു സുബ്ഹാനല്ലാഹ് പറയുന്നത് വലിയ നേട്ടം. ഒരു അൽഹംദുലില്ലാഹ് പറയുന്നതിൻ്റെ മഹത്വം എത്രയാണ്. അതുപോലെ തന്നെ ഒരു നന്മ കൽപ്പിക്കൽ, ഒരാളോടൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കൽ സ്വതക്കയാണ്. ഒരു തിന്മ കാണുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയുന്നത് സ്വതക്കയാണ്. ഇമാത്തത്തില്ലാതെ അനി ത്വരീക്ക് സ്വതക്കത്തുൻ, വഴിയിൽ നിന്നൊരു മാലിന്യം നീക്കം ചെയ്യുന്നത് സ്വതക്കയാണ്. അതുപോലെ നമുക്ക് കാണാം രോഗിയെ സന്ദർശിക്കുന്നത് സ്വതക്കയാണ്, സലാം സ്വതക്കയാണ്, പുഞ്ചിരി സ്വതക്കയാണ്. ഒക്കെ ഹദീസിൽ പറഞ്ഞു, ഒക്കെ അമലു സ്വാലിഹാത്താണ്. വഅമില സ്വാലിഹൻ. 4ാമത്തേത് സുമ്മഹ്തദാ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് തെറ്റുകളില്ലാത്ത നേർമാർഗത്തിൽ സഞ്ചരിച്ചാൽ വഇന്നീ ലഗഫാറൻ, നാം പാപം പുറത്തു തരുന്നവനാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു പടച്ചോൻ. അങ്ങനെ ഉണ്ടാവും. നമ്മുടെ സ്റ്റാഫ് നമ്മളോടൊരു തെറ്റ് ചെയ്തു, 2 മാസം കഴിഞ്ഞ് നമ്മൾ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് അവൻ തിരിച്ച് നമ്മളോട് ജോലി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നിനക്ക് ജോലി ഇല്ല മോനെ. എന്താ കാരണം? നീ തെറ്റ് ചെയ്തു. മനുഷ്യൻ പുറത്തു കൊടുക്കാൻ മനസ്സില്ലാത്തവനാണ്. മനുഷ്യൻ തെറ്റു ചെയ്താൽ അംഗീകരിക്കാത്തവനാണ്. പടച്ചോൻ തെറ്റു ചെയ്തവനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അതാണ് വ്യത്യാസം. അവൻ ഗഫൂറാണ്, തവ്വാബാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ഗുണങ്ങൾ അവനിൽ ചേർന്ന് വന്നാൽ ഹദീസുകളിലും തഫ്സീറുകളിലൊക്കെ കൊടുക്കുകയാണ്. 1, താബ എന്ന് പറഞ്ഞാൽ എല്ലാ ശിർക്കിൽ നിന്ന്, മഅസിയത്തിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, സകല തിന്മകളിൽ നിന്ന് മടങ്ങലാണ്. ആമന എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് നന്നായി ഈമാൻ പുതുക്കലാണ്. അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അനുബന്ധമായ എല്ലാ സാലിഹായ കർമ്മങ്ങളും പെട്ടതാണ്. ഇഹ്തദ എന്ന് പറഞ്ഞാൽ സുമ്മലം യുശക്കിക്, സംശയമില്ലാതെ ഈമാനിൽ മുന്നോട്ട് പോകലാണ്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ പറഞ്ഞത് അല ഇസ്തിഖാമത്തി അല സുന്നതി വൽ ജമാഅത്തി, അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കലാണ് ഇഹ്തദ എന്ന് പറഞ്ഞാൽ.
മഹാനായ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ലസിമൽ ഇസ്ലാമ ഹത്താ യമൂത, മരിക്കുന്നത് വരെ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കലിനാണ് ഇഹ്തദാ എന്ന് പറഞ്ഞാൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഭാവികമായി മനുഷ്യൻ്റെ വാക്കിൽ, പ്രവർത്തനത്തിൽ, ഇടപാടിൽ തെറ്റു സംഭവിക്കും. തെറ്റിന് തൗബ ചെയ്യാൻ വെള്ളിയാഴ്ച കാത്തിരിക്കണ്ട, റമദാൻ കാത്തിരിക്കണ്ട, ഹജ്ജ് വരെ കാത്തിരിക്കണ്ട. എപ്പോൾ സംഭവിച്ചു എന്ന് തോന്നിയോ അയാൾക്ക് അപ്പോൾ തൗബ ചെയ്ത പശ്ചാത്തപിച്ച് ഈമാനോടെ മുന്നോട്ട് പോകാം. സുമ്മഹ്തദാ, പിന്നീട് നല്ല മാർഗത്തിലേക്ക് കടന്നു വരാം. ഇവിടെ ഉലമാക്കന്മാർ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹാ ഹുനാ ലിതർതീബൽ ഖബരി അലൽ ഖബരി ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. എന്തൊരു മഹത്തരമായ കാര്യത്തിൻ്റെയും ക്രമം നിശ്ചയിക്കുമ്പോൾ ആദ്യം ആമന അമിലുസ്വാലിഹാത്ത് എന്നാണ് പറയുന്നത്. സത്യവിശ്വാസം പറഞ്ഞിട്ടാണ് സൽക്കർമ്മങ്ങളും ക്ഷമയും സൽഗുണങ്ങളും ഒക്കെ പറയുന്നത് എന്നത് ഇവിടുത്തെ ഈ ക്രമം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ അവൻ്റെ കലാമ് നമുക്ക് നൽകുന്ന ഈ നിർദ്ദേശങ്ങളെ മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ജീവിതം കൊണ്ട് അലങ്കരിക്കാനുള്ള മഹത്തായ അള്ളാഹുവിൻ്റെ ഒരു വലിയ തൗഫീഖുള്ള ജീവിതം അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ചെറുതും വലുതുമായ ദോഷങ്ങളിൽ നിന്ന് അവൻ നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.